നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവർ തമ്മിൽ 10-ൽ 10 പൊരുത്തമുണ്ടല്ലോ. അത്ഭുതകരമായ ചേർച്ചയുള്ള ജാതകങ്ങളാ. സാക്ഷാൽ ശ്രീപരമേശ്വരനെയും പാർവതീദേവിയെയും പോലെ. ഗംഗേ, നിന്നെ അവര് ചതിക്കുക. നീ അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നടക്കാൻ പാടില്ലാത്ത വിവാഹമാണ് നടന്നിരിക്കുന്നത്. ആ ജോൾസിന്റെയും ദേവയാനിയുടെയും കള്ള നാടകം ഞാൻ പൊളിക്കും. ഒരു കാരണവശാലും ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. എന്റെ മഹിയേട്ടന്റെയും ഗംഗയുടെയും ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. മഹിയേട്ടനോടുള്ള ഗംഗയുടെ സ്നേഹത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. അതിന് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇനിയിപ്പോ എന്താ ജോലിസിൽ ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമൊന്നുമില്ലേ? പരിഹാരമുണ്ട്. ഇതോടെ നിങ്ങളുടെ കപടമുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. പക്ഷേ അല്പം കഠിനമാണ്. എത്ര കഠിനമായ പരിഹാരവും ചെയ്യാം. എന്റെ ജീവൻ പോലും കൊടുക്കാം. മഹേട്ടന് ഒന്നും വരാൻ പാടില്ല. ഞാൻ എന്താ ജോത്സരെ ചെയ്യേണ്ടത്? ഗംഗേ, നീ പുറത്തേക്ക് വാ. അവര് നിന്നെ ചതിക്കും. പുറത്തേക്ക് പോ ഗംഗേ. കരയാതെ ഗംഗേ, പരിഹാരം പറഞ്ഞു തരാന്ന് ജോലിസിൽ പറഞ്ഞില്ലേ? നീ അതനുസരിച്ചാ മാത്രം മതി. അതെ, പരിഹാരത്തിലൂടെ തൽക്കാലം മൃത്യുവിനെ തടയാൻ സാധിക്കും. ഗംഗേ, നീ അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവര് നിന്നെ ചതിക്കും. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക ഗംഗേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. നിന്നെ സഹായിക്കാൻ എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകെങ്കെ. എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭർത്താവെന്ന രീതിയിൽ കുട്ടി അയാളെ നോക്കാൻ പോലും പാടില്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അന്യരായിരിക്കണം. ഒരു കഠിന വ്രതമെടുക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കണം ഈ 3 മാസവും കഴിയാൻ. ശരി, ജോത്സര് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മഹേട്ടന്റെ കൺമുന്നിൽ പോലും ചെല്ലാതിരിക്കാം. 3 മാസത്തെ കുട്ടിയുടെ കഠിന വ്രതത്തിന് ശേഷം പ്രത്യേക പൂജകളും പ്രതിവിധികളും നടത്തി ദാമ്പത്യം തുടരാം. തൽക്കാലം ഇത് മാത്രമേ വഴിയുള്ളൂ. എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്റെ മഹേട്ടന്റെ ദേഹത്ത് ഒരു പോറല് പോലും സംഭവിക്കാൻ പാടില്ല. ഗുരുമ്മ ഇനി എന്നാ വരുന്നേന്ന് വല്ലതും പറഞ്ഞിരുന്നോ? കൃത്യമായി അറിയില്ല. ശ്രേയ വരുമ്പോ ശ്രേയയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഗുരുവമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു.
ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ഞാൻ. ഗൗരിയുടെ ശല്യമെല്ലാം ഒഴിവാക്കി വിവാഹം നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വെറുതെയായി. അവസാന നിമിഷം മഹേട്ടൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഗുരുവമ്മ ഗൗരിയുടെ കാര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്തതല്ലേ? ബാക്കി സംഭവിച്ച കാര്യങ്ങളൊന്നും ഗുരുവമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതെ, ഇതൊന്നും നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. പക്ഷെ നഷ്ടം സംഭവിച്ചത് എനിക്കാ. എന്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെയായി. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നതും വെറുതെയായി. എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഗംഗയെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ. പക്ഷെ ഗംഗയെ സംരക്ഷിക്കാൻ ആ ഗൗരിയുണ്ട്. ആദ്യം ഗൗരി ഇല്ലാതാക്കണം. അത് കഴിഞ്ഞേ ഗംഗ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശ്രേയയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. അടുത്ത പൗർണമി വരെ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്ന അമാവാസിക്ക് ഗൗരിക്ക് ശക്തികൾ കൂടാനും വരം ലഭിക്കാനും സാധ്യതയുണ്ട്. വരോ? എന്ത് വരും? അതൊന്നും വ്യക്തമല്ല. അടുത്ത പൗർണമി വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും. ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹേട്ടന് എന്നും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മഹേട്ടനെന്നും ഉയർച്ചയും ദീർഘായുസും ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ കാരണം മഹേട്ടന്റെ ജീവന് ആപത്തുണ്ടാവുമെന്നറിഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അതിനെല്ലാം ഞാൻ കാരണമാവുന്നറിഞ്ഞ ഞാൻ എന്ത് ചെയ്യും? മഹേട്ടനെ രക്ഷിക്കാൻ ജോത്സ്യം പറഞ്ഞതുപോലെ 3 മാസം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ മഹേട്ടനോട് പറയും? ഞാൻ എന്ത് നുണ പറഞ്ഞാലും മഹേട്ടനത് സങ്കടാവില്ലേ? മാളൂട്ടോട് ഞാൻ എന്ത് സമാധാനം പറയും? ഈ ധർമ്മസങ്കടത്തിൽ എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എന്താ മാളു? ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. സർപ്രൈസോ? ആ, ദാ ഗംഗ ആരാ വിളിക്കുന്നേ നോക്കേ. ഹലോ. ഹലോ. മഹേട്ടാ, ഗംഗ എന്തെടുക്ക? ഞാനിവിടെ റൂമിലുണ്ട് മഹേട്ടാ. ആണോ? മറന്നു. അല്ല, രാവിലെ ഗംഗ എന്നോട് പോലും പറയാതെ അമ്മയുടെ കൂടെ എവിടെ പോയതാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.